ഹായ് കുട്ടികളെ, എങ്ങനെ ഉണ്ടായി നിങ്ങളുടെ +1 ജീവിതം? പഠനം വല്ലതൊക്കെ നടന്നാ? അതോ 10ൽ അത്രയ്ക്ക് പോലും പഠിച്ചില്ല അല്ലേ? എന്നാ റിസൾട്ട് വന്നപ്പോ മനസ്സിലായില്ലേ 10 അല്ല +2 എന്ന്? എന്താ വെച്ചാ ബയോളജി +1-ലെ ബയോളജി കുറേ അധികം ടേംസ് പഠിക്കാനുണ്ട്. അപ്പൊ ക്ലാസ് മനസ്സിലാകാതെ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ചോദിക്കുമ്പോൾ കിട്ടില്ല. പരീക്ഷയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക ചോദ്യത്തിനും ഒറ്റ വാക്കിലായിരിക്കും ഉത്തരം എഴുതാണ്ടാവുക. അപ്പോൾ അത് ഓർമ്മയെ വരില്ല. അങ്ങനെയല്ലേ പരീക്ഷയ്ക്ക് തോന്നിയത്? അപ്പോൾ മറക്കാതിരിക്കാനായിട്ടൊരു എളുപ്പവഴി എന്താ അറിയോ? ഇടയ്ക്കിടെ ഓർക്ക് തന്നെ. സ്കൂളിൽ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ചില ഗെയിമൊക്കെ അതിനുവേണ്ടി നടത്താറില്ലേ? ഇവിടെ ഇപ്പോൾ ടീച്ചർ കുറച്ച് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോകൾ ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ട് ആ ടേംസ് നിങ്ങളുടെ മനസ്സിൽ തന്നെ കൃത്യസ്ഥാക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു 10-15 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ആ കോൺസെപ്റ്റ്സ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ളത് ഈ റെഡ് കളറിൽ ഉള്ള മാറ്റേഴ്സ് ആണ്. അപ്പോൾ ഈ റെഡ് കളറിലെ മാറ്റേഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഈ പാഠഭാഗങ്ങളിൽ കൂടെ ഒരു ക്വിക്ക് റിവിഷൻ ഇവിടെ നടത്തിയേക്കണേ. അപ്പോൾ പരീക്ഷ, അതായത് ജസ്റ്റ് പാസ് മാർക്ക് നേടേണ്ട കുട്ടികൾ ഈ റെഡ് കളറിലുള്ള ചോദ്യങ്ങൾ നന്നായിട്ട് അത് എഴുതിയെടുക്കുക, ചോദ്യം എഴുതിയെടുക്കുക. പിന്നെ ടീച്ചർ ഉത്തരം പറയുമ്പോൾ ഉത്തരവും ശ്രദ്ധിച്ച് കേട്ട് അത് എഴുതിയെടുക്കുക. പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് വെച്ചിട്ട് അതിനെ കൂടുതൽ ഡെവലപ്പ് ചെയ്യുക. എന്നിട്ട് അത് ഇങ്ങനെ ബൈ ഹാർട്ട് പഠിക്കുക. അല്ലാതെ അതിൽ നിന്ന് നമുക്കൊരു രക്ഷയില്ല. ചിലത് അങ്ങനെയാണ്, നമ്മൾ കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാണ്ട് നമ്മുടെ കൂടെ പോരില്ല. ഇപ്പൊ നിങ്ങൾ ആദ്യം വന്നപ്പോൾ എനിക്ക് നിങ്ങളുടെ പേരൊന്നും കിട്ടുന്നുണ്ടായില്ല. അത് ഞാനും റിപ്പീറ്റ് ചെയ്തിട്ടാണോ എല്ലാ കൊല്ലവും പഠിച്ചുകൊണ്ടിരിക്കണേ കേട്ടാ. അപ്പൊ ബൈ ഹാർട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാത്ത ക്വസ്റ്റ്യനിൽ കൂടിയും ഒരു ആവർത്തനം നടത്താം. ഓക്കെ, അല്ലെങ്കിൽ എല്ലാതും കൂടി പഠിക്കാൻ നിന്നാൽ നിങ്ങൾക്ക് ഒന്നും കയ്യിൽ കിട്ടാതെ വരും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററാണ് ലിവിങ് വേൾഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ആ ചാപ്റ്ററിന് ആകെ ഒറ്റ മാർക്കാണ് അതിൽ നിന്ന് ചോദിക്കുക. പക്ഷേ നല്ല എളുപ്പത്തിൽ ഈ 1 മാർക്ക് കിട്ടും. അത്ര അധികം ഒന്നും പഠിക്കാനോട്ടില്ല. എന്തായാലും നമുക്ക് മാർക്ക് വേഗം കിട്ടും. ഓക്കെ, അപ്പൊ ഈ ചോദ്യം എഴുതി വെച്ച് നോട്ട് ബുക്ക് എടുക്കുക, ചോദ്യം എഴുതുക. ഫിൽ അപ്പ് ദ ടാക്സോണമി കാറ്റഗറീസ് ഇൻ ഓർഡർ. അപ്പൊ ഇതില് ഒരു ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയില്ലേ, ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് എന്താ? ടാക്സോണമിക് കാറ്റഗറി എന്ന് വെച്ചാൽ എന്താന്ന് അറിയണം. അതെന്തില് ചെയ്യണം? ഓർഡറിൽ എഴുതണം. ഒന്നുകിൽ ഡിസെൻഡിങ് അല്ലെങ്കിൽ അസെൻഡിങ്, എന്തെങ്കിലും ഒരു ഓർഡർ നമ്മൾ പഠിച്ചു വെച്ചിരിക്കാം. പിന്നത്തെ ചോദ്യം ടാക്സോണമിക്കൽ എയ്ഡ്സ്. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും ഇങ്ങനൊരു ടേമുമായി ബന്ധപ്പെട്ട ചോദ്യം കാണാം. ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്ന് പറയും. അത് പലതരം ടാക്സോണമിക്കൽ എയ്ഡ്സുകൾ കൊടുത്തിട്ടുണ്ട്. അത് ഓരോന്നും വായിച്ചിട്ട് കൃത്യമായ ടാക്സോണമിക്കൽ എയ്ഡ് ഇതിൽ നിന്ന് കണ്ടെത്തണം. അത് കണ്ടെത്തണമെങ്കിൽ നമുക്ക് ആദ്യം എന്തറിയണം? ഏതൊക്കെയാണ് ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്നുള്ള ഒരു പാഠഭാഗം നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ അടുത്തത് വരുന്നത് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അത് ശാസ്ത്രീയ നാമം പണ്ട് പഠിച്ചേക്കണത് തന്നെയാണ്. അപ്പൊ അതൊന്നുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്കത് ചിത്രത്തിന്റെ സഹായത്താൽ ഇത് മനസ്സിൽ നിർത്താൻ വേണ്ടി ടീച്ചർ ഒരു സ്ലൈഡ് തന്നൊക്കെയാണ്. അപ്പൊ ഇവിടെ ആദ്യം നമ്മൾ ഇയാളെ ഒന്ന് നമിക്കണം കേട്ടോ. അതാരാ? അരിസ്റ്റോട്ടിൽ. ഇതാരാ? ഫാദർ ഓഫ് സുവോളജിയാണ്. അത് പറയാണ്ട് നമ്മൾ തുടങ്ങാൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ചാപ്റ്ററിന്റെ ആദ്യത്തെ ഭാഗം എന്താ പറഞ്ഞത്? ടാക്സോണമിക്കൽ കാറ്റഗറീസ്. ഈ ടേമുകൾ ഓർഡറിൽ അങ്ങോട്ട് ഓർക്കണം. അത് ഓർക്കാൻ ഏറ്റവും നല്ല എളുപ്പം എവിടെ നിന്നറിയോ? ഇങ്ങോട്ട് താഴേക്ക് വേണമെങ്കിൽ ഓർക്കാം. ഏറ്റവും വലിയ ഗ്രൂപ്പ് അതാരാ? കിങ്ഡം. അതിൻ്റെ ഉള്ളിൽ വരുന്ന കുറേ ഫൈലുണ്ട്. അപ്പൊ ഫൈലം. പിന്നെ ഓരോ ഫൈലത്തിലും കുറേ ചെറിയ ഗ്രൂപ്പുകൾ, അതിൻ്റെ പേര് ക്ലാസ്. ഓരോ ക്ലാസ്സിലും ഓർഡർ, ദെൻ ഫാമിലി, ദെൻ ജീനസ്, ദെൻ സ്പീഷീസ്. ഓക്കെ, അതായത് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് വിച്ച് ഷെയർ സം കോമൺ ഫീച്ചേഴ്സ്, ഒരേപോലെ ഇരിക്കും. ആൻഡ് ദേ ആർ ഏബിൾ ടു ഇന്റർബ്രീഡ് ദംസെൽസ് ടു പ്രൊഡ്യൂസ് ഫെർട്ടൈൽ ഓസ്പ്രിങ്. തമ്മിൽ എണ്ണ ചേർന്ന് വീണ്ടും ഉണ്ടാകുന്ന കുട്ടികൾ ഫെർട്ടൈൽ ആയിരിക്കണം. പുതിയ ജീവി ഉണ്ടാക്കാനുള്ള കഴിവുണ്ടാവണം. അങ്ങനെയുള്ളതിനെയാണ് എന്ത് പറയാ? സ്പീഷീസ് എന്ന് പറയാം. അപ്പൊ ഈ ഒരൊറ്റ വാചകത്തിൽ കുറേ അർത്ഥങ്ങളുണ്ട്.
അതൊക്കെ പിന്നീട് പഠിച്ചേച്ചാൽ മതി. ഇപ്പൊ തൽക്കാലം എന്താണ് സ്പീഷീസ് എന്നുള്ള ഡെഫിനിഷൻ പഠിച്ചിരിക്കുക. എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് വിച്ച് ഷെയർ കോമൺ ഫീച്ചേഴ്സ് ആൻഡ് ഏബിൾ ടു ഇന്റർബ്രീഡ് ദംസെൽസ്, തമ്മിൽ ഇണചേരാം, ആൻഡ് പ്രൊഡ്യൂസ് ഫെർട്ടൈൽ ഓസ്പ്രിങ്, ഓസ്പ്രിങ് എന്ന് വെച്ചാൽ കുട്ടികൾ. ഓക്കെ, അങ്ങനെയുള്ള കുറേ സ്പീഷീസ് കൂടിച്ചേരുമ്പോൾ ഒരു ജീനസ് എന്നാവും. അങ്ങനെയുള്ള കുറേ ജീനസ് കൂടിച്ചേരുമ്പോൾ ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, അങ്ങനെ കുറേ ഫൈല ചേരുമ്പോൾ അതാരാവും? കിങ്ഡം, ആനിമൽ കിങ്ഡം. ഇനി പ്ലാന്റ് ആണെങ്കിലും ഇതുപോലെ തന്നെയാണ് ഓർഡർ, പക്ഷെ കിങ്ഡം എന്ന് പറയുന്നതിന് അവിടെ ഡിവിഷൻ എന്ന് പറയുന്നത് മാത്രം. അപ്പൊ ഇതാണ് ഹയറാർക്കി എന്ന് പറയും കേട്ടോ, സിമ്പിൾ ടു കോംപ്ലക്സ്. ഇനി ഇത് പഠിക്കാനായിട്ട് ഒരു ചെറിയ കാര്യം ഞാൻ പറയട്ടെ. നിങ്ങൾ PC തോമസ് എന്ന് കേട്ടിട്ടുണ്ട്. PC തോമസിന്റെ ഓഫീസിൽ ചെന്നിട്ട് അവിടെ നിന്നൊരു ഫയൽ എടുത്തിട്ട് അതിൽ ജീനസ് സ്പീഷീസ് എന്ന് എഴുതുക. എന്നൊരു വാചകം ഓർത്തു വെച്ചാൽ ഈ ഓർഡർ കിട്ടും. എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു തൊപ്പി കിങ്ഡം എന്നിട്ടാ കാര്യം കിട്ടി. ഓക്കെ, ഇനി ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്ന കാര്യമാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ കാറ്റഗറി ആക്കണമെങ്കിൽ ഇതിന്റെ അടിസ്ഥാന ഘടകങ്ങളെ തിരിച്ചറിയണമല്ലോ. തിരിച്ചറിയാൻ നമുക്കിപ്പോൾ ഒരു ജീവിനെ കിട്ടി അതിനെ എന്നും കിട്ടണമെന്നില്ല. അപ്പൊ നമ്മൾ അതിനെ സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ട് പിന്നീട് അതിനു വേണ്ടി പഠിക്കാൻ ഉപയോഗിക്കും. അങ്ങനെ പഠിക്കാൻ ഉപയോഗിക്കുന്ന ഘടകങ്ങളെയാണ് ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്ന് പറയാം. ഇതൊക്കെ ഡിഫറെന്റ് ടാക്സോണമിക്കൽ എയ്ഡ്സ് ആണ്. ഈ ചിത്രം നോക്കുമ്പോൾ കാണാം, ഇതൊരു പ്ലാന്റ് മെറ്റീരിയല്, അതിനെ ഡ്രൈ ചെയ്ത് പ്രസ് ചെയ്ത് സൂക്ഷിച്ചു വെച്ചേക്കുക. ഇത് ഒരു ടാക്സോണമിക്കൽ എയ്ഡാണ്. ഈ എയ്ഡിനെ ഹെർബേറിയം എന്ന് പറയും. അപ്പൊ ഇവിടെ ഒരു പ്ലാന്റ് മെറ്റീരിയൽ, ഡെഡ് പ്ലാന്റ് മെറ്റീരിയൽ സൂക്ഷിക്കുന്നു. ഓക്കെ, ഇനി എന്നാ കുറേ പ്ലാന്റ് മെറ്റീരിയലിനെ നമ്മളിങ്ങനെ വളർത്തി ഉണ്ടാക്കും. എന്നിട്ട് അതിന് സയന്റിഫിക് നെയിമും കൊടുത്ത് പരിപാലിക്കും. അപ്പൊ അതിന്റെ പേരെന്താ? ബൊട്ടാണിക്കൽ ഗാർഡൻ. എന്നാൽ പ്ലാന്റ് ആയിക്കോട്ടെ ആനിമൽ ആയിക്കോട്ടെ അതിനെ ഡെഡ് ആയതിനെ സംരക്ഷിക്കും. അപ്പൊ അതിന്റെ പേരെന്താ? മ്യൂസിയം. ഇങ്ങനത്തെ കണ്ടിട്ടില്ലേ മ്യൂസിയത്തിലൊക്കെ? ഇനി ജീവികളെ അങ്ങനെ നമ്മൾ ഒരു എന്താ കേജിലോ അങ്ങനെയൊക്കെ ആയിട്ട് പ്രത്യേകമായി സൂക്ഷിക്കും. അപ്പൊ അതിനെന്താ പേര് പറയാ? സൂ അല്ലെ? സുവോളജിക്കൽ പാർക്ക്, സൂ എന്ന് പറയും. ഇനി ഇതൊക്കെ നമ്മളിങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നതാ. എന്നാൽ ഇതൊക്കെ വെച്ച് നമുക്ക് അനലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, ആ സ്റ്റേറ്റ്മെന്റുകൾ ഫില്ല് ചെയ്ത് നമുക്ക് കുറച്ച് ജീവികളെ കിട്ടിയാൽ നമുക്ക് അതിനെ വർഗീകരിക്കാൻ പറ്റും. അതിനുപയോഗിക്കുന്ന കപ്ലറ്റ് എന്ന് പറയും. ഒരേപോലെ യെസ് നോ എന്ന് കൊടുത്തിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് നമുക്ക് അവരെ ഒരു വർഗീകരിക്കാൻ പറ്റും എളുപ്പത്തിൽ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണിത്. അതിനെ ടാക്സോണമിക് കീ എന്ന് പറയും. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ആണ്, അതുവഴി നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കിട്ടിയില്ല. ഇനി വരുന്ന ഒരു ടേം, ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്നാണ്. എന്തൊട്ട് ബൈനോമിയൽ നോമൻക്ലേച്ചർ? സിസ്റ്റം ഓഫ് നെയിമിങ് ആൻ ഓർഗാനിസം ബൈ ടു ടേംസ്. സിസ്റ്റം ഓഫ് നെയിമിങ് ആൻ ഓർഗാനിസം ബൈ ടു ടേംസ്. അതാണ് ടു, ബൈ, നോമിയൽ, നെയിം. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ് കേട്ടോ, കാൾ ലിന്നേസ്. അപ്പം ഈ രണ്ട് ടേം വെച്ചിട്ട് ഒരു ജീവിയെ പറയാം. അങ്ങനെ പറയുമ്പോൾ എന്താ ഗുണം? അപ്പോൾ നമ്മളിവിടെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ, ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും അത് തന്നെ ആയതുകൊണ്ട് ആൾക്കാർക്ക് എളുപ്പമുണ്ട്. അപ്പൊ നമ്മൾ ഒരു എന്തായാലും ടേം ഹോമോസാപ്പിയൻസ് കേട്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന കാക്ക അത് തന്നെയാണോ ഇവരുടെ നാട്ടിലൊക്കെ ഉദ്ദേശിച്ചത് നമുക്കറിയോ? അപ്പൊ അതിന് ഒരു യൂണിവേഴ്സൽ ആയിട്ട് ഒരു ജീവിക്ക് ഒരു പേര് കൊടുക്കുകയാണെങ്കിൽ ആ പേര് എല്ലായിടത്തും സെയിം ആയിരിക്കും. അതിൻ്റെ ഐഡന്റിഫിക്കേഷനോ ഡിസ്ക്രിപ്ഷനോ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് ഇത് വളരെ ഉപകരിക്കും. ബൈനോമിയൽ നോമൻക്ലേച്ചർ ആളുകളുടെ ഇടയിൽ ഒരു കൃത്യത ഉണ്ടാവാനായിട്ട് ഒരു ജീവിയുടെ പേരിനെ സംബന്ധിച്ച്. ഓക്കെ, അതിനെയാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. എക്സാമ്പിൾ ഫോർ ഹ്യൂമൻ ബീങ് എന്താണ്? ഹോമോ സാപ്പിയൻസ്. അതിന് കുറച്ച് എക്സാമ്പിൾസ് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഏരിയയൊക്കെ ഇത്തിരി കൂടി ഒന്ന് പഠിച്ചാൽ നമുക്ക് ഷുവറായിട്ട് ഒരു മാർക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റർ വരുന്നത് ആനിമൽ കിങ്ഡം. നോക്കൂ, വെയിറ്റേജ് 6 മാർക്സ് ആണ്. ഇപ്പൊ 6 മാർക്സ് വെയിറ്റേജ് ചില്ലറ കാര്യമല്ല. എന്നാൽ ഇതിൽ നിന്ന് കിട്ടണമെങ്കിൽ ഭയങ്കര പണിയാണ്. കാരണം കുറേ ടേംസ്, ഏറ്റവും കൂടുതൽ ടേംസ് വരുന്ന ഒരു ചാപ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഇത് പഠിച്ച് തന്നെ നമ്മുടെ ഉള്ളിലേക്ക് സ്വായത്തമാക്കുക.
അപ്പൊ ഇവിടെ ഐഡന്റിഫൈ ദ ഫൈലം കണ്ട. അപ്പൊ ഫൈലം കുറേ ഫൈലയുടെ പേരുകളാണ്. ഇവിടെ കുറെ ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. ഈ ചോദ്യം അങ്ങനെ തന്നെ എഴുതി വെക്കുക കേട്ടോ. ഫൈലം എന്ന വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ തന്നത്. അത് എഴുതി വെക്കാം. രണ്ടാമത്തെ ചോദ്യം വാട്ടർ കനാൽ സിസ്റ്റം എക്സ്പ്ലനേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഈ ചോദ്യം കൂടെ എഴുതി വെക്കുക. വാട്ടർ കനാൽ സിസ്റ്റം. അതുപോലെ തന്നെ വേറൊരു വേർഡ് ഉണ്ട് കേട്ടോ, പ്രബോസിസ് ഗ്ലാൻഡ്. ഇതും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതെന്താണ്, ഏത് ജീവിയിലാണ് എന്നൊന്ന് എഴുതി വെച്ച് കണ്ടെത്തി പഠിക്കണം. പിന്നെ കണ്ട ഇത് പോളിപ്പിന്ന് മെഡൂസ, മെഡൂസന്ന് പോളിപ്പ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോണ പോലെ ഇല്ലേ. ഇങ്ങനെ ഒരു സംഭവം ഒരു ടൈപ്പ് ആനിമൽസിൽ നടക്കും. അത് ഏതിലാണ്, ആ മെക്കാനിസത്തിന്റെ പേരെന്താണ്, അതും വളരെ കുറച്ചൊക്കെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഈ 3 ടേംസ് ഇല്ലേ, ഇതങ്ങോട്ട് എഴുതി വെച്ചോളൂ. ഇത് ഓരോന്നും ഏത് ജീവിയിലാണ്, എന്താണ് ഇതിന്റെ ഉപയോഗം, അതും പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇനി ഏറ്റവും കൂടുതൽ പ്രാവശ്യം വന്നേക്കണ ചോദ്യം ഈ സംഭവം. ഈ പാഠം എപ്പോ നോക്കിയാലും കിട്ടണം. സ്കിമാറ്റിക് ഡയഗ്രാം ഓഫ് ഫൈലം കോർഡേറ്റ. അതിനൊരു 4 പ്രധാന ടേംസും പഠിക്കാണ്ട്. അത് പഠിച്ചാൽ എന്തായാലും മാർക്ക് ഉറപ്പാ. അതുപോലെ 2 ടൈപ്പ് ഫിഷ് ആണെന്ന് മനസ്സിലായല്ലോ. അതിനെ തിരിച്ചറിയാനായിട്ട് ഇതിനെ 2 ഗ്രൂപ്പ് ഓഫ് ഫിഷസ് ആണ്, ക്ലാസസ് ഓഫ് ഫിഷസ്. അപ്പൊ അതിന്റെ ക്ലാസ് തിരിച്ചറിയുക. ചിലപ്പോൾ പടം തരും, ചിലപ്പോൾ ഫീച്ചേഴ്സ് തന്നിട്ട് ഇത് ഏത് ക്ലാസ് ആണെന്ന് എഴുതാൻ തരും, അങ്ങനെയൊക്കെ. പിന്നെ വെർട്ടിബ്രേറ്റിൽ വരുന്ന ഒരു ഗ്രൂപ്പിന്റെ ഏറ്റവും നല്ല ഫീച്ചറാണ് ന്യൂമാറ്റിക് ബോൺ. അതാരാ, ബേർഡ്സിന്റെയാണ്. അപ്പൊ ന്യൂമാറ്റിക് ബോൺ, ബേർഡ്സ്, അതിന്റെ അഡാപ്റ്റേഷൻ. അതായത് വെർട്ടിബ്രേറ്റ് എന്നുള്ളൊരു ഗ്രൂപ്പ് നിങ്ങൾ ഇതിൽ പഠിച്ചില്ലേ. വെർട്ടിബ്രേറ്റിൽ കുറെ ക്ലാസ്സുകൾ ഉണ്ടല്ലോ, വേരിയസ് ക്ലാസ്സസ് ഉണ്ട്. ആ ഓരോ ക്ലാസിന്റെയും പ്രത്യേകത ഇത്തിരി പ്രധാനം തന്നെയാണ്. അതിൽ തന്നെ ഈ ബേർഡ്സിന്റെ ഒരു പ്രധാനം എന്താ, അതിന്റെ പ്രത്യേകത എന്താ, അതിന് പറക്കാനുള്ള കഴിവുണ്ട്. ഏറ്റവും ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ് പറക്കാനുള്ള കഴിവുകൾ. പക്ഷെ അതൊക്കെ തന്നെയാണ് ഇവിടെ പറയണത്. അതിന് കുറച്ചും കൂടി സയന്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് കൂടുതലാണെന്ന് മാത്രം. ഇനി എൻ്റെ പൊന്നു മക്കളെ, ഈ സംഭവം അത്ര നന്നായി പഠിക്കാതെ നമുക്ക് ഈ ചാപ്റ്ററിന്റെ ഒരു കാര്യവും കിട്ടില്ല. അപ്പോൾ ഇത് ഫൈലത്തിന്റെ ഓർഡറാണ് കേട്ടോ. നിങ്ങൾ വേണ്ടത് എന്താ, നമ്മളിങ്ങനെ ഒരു ഗെയിം, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ സ്കൂളിൽ പല ഗെയിമുകൾ കളിക്കാറുണ്ട് നമ്മൾ ഈ ഫൈലം ഓർഡറൊക്കെ കിട്ടാനായിട്ട് അല്ലേ. അപ്പൊ എന്തായിരുന്നു ആ ഫൈലത്തിന്റെ ഓർഡർ ഒറ്റ ശ്വാസത്തിൽ പറയുക എന്നുള്ളത് നമ്മുടെ ഒരു ഗെയിമായിരുന്നു അല്ലേ. ആ ഗെയിമിൽ ആദ്യം നമ്മൾ പറഞ്ഞ ആളാണ് ആര്, അതെ ഫൈലം പോരിഫറ. ഈ സ്പോഞ്ചസ്, സ്പോഞ്ചില എന്ന് പറഞ്ഞ ഒരു ഫ്രഷ് വാട്ടർ സ്പോഞ്ച് അത്. അപ്പൊ ഇതിന്റെ പടം കണ്ട ഉടനെ നമ്മൾ ഫൈലം പോരിഫറ എന്ന് മനസ്സിൽ കൊണ്ടുവരണം കേട്ടോ. ആ ഫൈലത്തിന്റെ ഓർഡർ കറക്റ്റ് ആയിട്ട് കിട്ടാൻ നിങ്ങൾ എഴുതി വെച്ചിട്ട് കാണാതെ ഒറ്റശ്വാസത്തിൽ പഠിക്കണം. എന്നിട്ട് ഈ ഓരോന്നിന്റെ അടുത്ത് നിങ്ങൾ അതിനെ തൊടുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിൽ ഫൈലം പോരിഫറ. ഇതാരാ, സി അനിമോൺ, ഫൈലം നിഡേറിയ. ദിസ് വൺ ടീനോപ്ലാന, ഫൈലം അല്ലെങ്കിൽ കോമ്പ് ജെല്ലി, ഫൈലം ടീനോഫോറ. ഇത് ടൈപ്പ് വേം കണ്ടില്ലേ, നാടവിര, ഫൈലം പ്ലാറ്റി ഹെൽമിന്തസ്. ദെൻ അസ്കാരിസ്, ഫൈലം ആഷൽമിന്തസ്. എർത്ത് വേം, ഫൈലം അന്നലിഡ. ഇത് ഒരു ലിവിങ് ഫോസിൽ എന്ന് പറഞ്ഞിട്ട് അതിൽ പഠിച്ചേക്കണത് ഏതില, ഫൈലം ആർത്രോപോഡ, ജീവി ലിമുലസ്, ഫൈലം ആർത്രോപോഡ. ദെൻ ഫൈലം മൊളുസ്ക, ഇയാളെ പരിചയമില്ലേ, വീട്ടിലൊക്കെ കാണാറില്ലേ. പൈല എന്ന് പറഞ്ഞ ഫ്രഷ് വാട്ടർ സ്നെയിലാണ്. ദാറ്റ് ഈസ് മൊളുസ്ക, ഫൈലം മൊളുസ്ക. ഇനി അടുത്തത് ഫൈലം എക്കിനോഡെർമേറ്റ, ആരാത്, സ്റ്റാർ ഫിഷ്. ദെൻ വൺ മോർ ഫൈലം, ഫൈലം ഹെമികോർഡേറ്റ. എക്സാമ്പിൾ ബാലനോഗ്ലോസസ്, ബാലനോഗ്ലോസസ് പഠിച്ചില്ലേ, ബാലനോഗ്ലോസസ്. ഓക്കെ. ദെൻ ദിസ് വൺ ഒരു സ്കിമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഓൾ ദിസ്, താഴെ വരുന്ന എല്ലാവരുടെയും കൂട്ടിയിട്ട് ഒരു സ്കിമാറ്റിക് ഡയഗ്രാമാണ് ഫൈലം കോർഡേറ്റ. ഫൈലം കോർഡേറ്റയുടെ പ്രധാന ഫീച്ചർ എന്ന് പറഞ്ഞാൽ നീല, ഏറ്റവും പുറമെ മുകളിൽ കാണുന്ന വര നെർവ് കോഡ്, അതിന്റെ താഴെ മഞ്ഞ വര നോട്ടോകോഡ്. ഇതിന്റെ ഓർഡർ തെറ്റിയ മാർക്ക് പോയി. അപ്പൊ നമ്മൾ എങ്ങനെ ഓർക്കുക, എൻ കോമൺ ലെറ്റർ,
അത് കഴിഞ്ഞ ഫസ്റ്റ് ലെറ്റർ ആദ്യത്തെ ആൽഫബറ്റ് തന്നെ നെർവ് കോഡ്, പിന്നത്തെ ആൽഫബറ്റ് ഓ നോട്ടോ കോഡ്, ഓർമ്മയിൽ നിർത്തണം. പിന്നെ ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്, ഫാരിങ്സിന്റെ അവിടെ ഗിൽസ് പോലെ സ്ലിറ്റ് സ്ലിറ്റ്, ഓക്കെ, ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്. പിന്നെ വേറൊന്ന് പോസ്റ്റ് എയ്നൽ ടെയിലാണ്. എയ്നസ് അറിയാലോ, ഇത് മൗത്ത്, ഇത് പുറത്തേക്ക് തുറക്കണ എയ്നസ്. എയ്നസ് കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗം നീണ്ടു കിടക്കുന്നുണ്ട്, അത് കോർഡേറ്റയുടെ മാത്രം ഫീച്ചറാണ് പോസ്റ്റ് എയ്നൽ ടെയിൽ. ബാക്കി ഇപ്പൊ ഇതൊക്കെ മറ്റുള്ള ഈ എല്ലാ ജീവികളും ആരാ നോൺ കോർഡേറ്റ്സ് ആണ്. അപ്പൊ ചിലപ്പോൾ ഇത് തന്നെ വന്നിട്ട് പരീക്ഷയ്ക്ക് കോർഡേറ്റ് നോൺ കോർഡേറ്റ് വ്യത്യാസം പറഞ്ഞാൽ ഈ 4 കോർഡേറ്റയ്ക്ക് ഉണ്ട്, ആ 4 ഇത് നിങ്ങൾക്ക് ഇല്ല എന്ന് എഴുതി വെച്ചാൽ അപ്പൊ തന്നെ ആ മാർക്കും കിട്ടി. അപ്പൊ 2 സെക്ഷൻ ഇവിടെ പഠിക്കൽ കഴിഞ്ഞു. ഇനി കോർഡേറ്റയിലുള്ള ഒരു വിഭാഗമാണ് അഗ്നാത്ത ആൻഡ് നാത്തോസ്റ്റൊമാറ്റ, അങ്ങനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ അഗ്നാത്തയുടെ പാഠം ഞാനിവിടെ ആഡ് ചെയ്തില്ല, അതും നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ നാത്തോസ്റ്റൊമാറ്റ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, വെർട്ടിബ്രേറ്റ് ആൻഡ് സിഫാലോ കോർഡേറ്റ്, യൂറോ കോർഡേറ്റ്, അങ്ങനെ ഡിവിഷൻസ് അല്ലേ. അപ്പൊ അതില് സിഫാലോ കോർഡേറ്റ് എന്ന ഡിവിഷനിൽ സിഫാലോ കോർഡേറ്റിൽ വരുന്ന ഒരു വിഭാഗമാണ് ഇത് കേട്ടോ. ആരത് ആംഫിയോക്സസ് എന്ന് പറയും ഈ സംഭവം, സിഫാലോ കോർഡേറ്റ്. ഇത് യൂറോ കോർഡേറ്റിൽ വരുന്ന ഒരു വിഭാഗമാണ്, യൂറോ കോർഡേറ്റിൽ വരുന്ന അസിഡിയാണ്. ഇനി ഈ കണ്ടതെല്ലാം വെർട്ടിബ്രേറ്റ്സ് ആണ്. അപ്പൊ ഈ 3 ഗ്രൂപ്പ് ചേർന്നതാണ് നാത്തോസ്റ്റൊമാറ്റ എന്ന് വെച്ചാൽ ജോസ് ഉള്ള ജീവികൾ അല്ലേ, ജോസ് ഉള്ള ജീവികൾ. അപ്പൊ അതില് തന്നെ ഫിഷസ്, പിന്നെ ആരാ ആംഫീബിയ, പിന്നെ ആരാ റെപ്റ്റീലിയ, പിന്നെ ആരാ ഏയ്സ് ബേർഡ്സ്, പിന്നെ ആരാ മാമൽസ്, കരടിയൊക്കെ പോലെ മാമൽസ്. ഓക്കെ, ഈ 5 ഗ്രൂപ്പുകൾ ചേർന്നതാണ് വെർട്ടിബ്രേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആളെ ഞാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആനിമൽസില് ഈ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ആനിമൽ അതാരാ, ബാലിൻ വെയിൽസ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ, ബ്ലൂ വെയിലാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് ഒന്നും കൂടി കടന്നു വരാം. നമ്മൾ ഐഡന്റിഫൈ ഫൈലം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതി വെച്ചല്ലോ. അതിൽ ആദ്യം എഴുതിയ ആളാരായിരുന്നു, എക്കിനോഡെർമേറ്റയാണ്, സ്റ്റാർ ഫിഷ് ആണ് എക്സാമ്പിൾ. ഓക്കെ, അതിന്റെ 2 ഫീച്ചർ അവിടെ തന്നിരുന്നു. എന്തൊക്കെയായിരുന്നു? അതിന് എന്തായിരുന്നു, സ്പൈനി സ്കിൻ അല്ലെ, ഇതിന്റെ ഏറ്റവും സ്പൈനി സ്കിൻഡ് ആനിമൽ എന്ന് പറഞ്ഞിട്ട്, അതാണ് കുറേ ടേംസ് പഠിക്കാനുള്ളത്, അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും പഠിക്കും. സ്പൈനി സ്കിൻ, വാട്ടർ വാസ്കുലാർ സിസ്റ്റം, ഇതിങ്ങനെ എഴുതി വെക്കുക. സ്പൈനി സ്കിൻ, വാട്ടർ വാസ്കുലാർ സിസ്റ്റം, എന്നിട്ട് അതിന്റെ നേർക്ക് ഈ സ്പൈനി സ്കിൻ എന്ന് കേട്ടാൽ ഉടനെ നിങ്ങൾ എക്കിനോഡെർമാറ്റ എന്ന് ഓർക്കണം. ഉടനെ നിങ്ങൾ അതിലുള്ള എക്സാമ്പിൾ ഓർക്കണം. ഏതാ, സ്റ്റാർ ഫിഷ്. പിന്നെ ഒരു എക്സാമ്പിൾ സീ അർച്ചിനോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതെങ്കിലും ഒന്നും കൂടി എഴുതിയൊക്കെ പഠിക്കാം. ഓക്കെ, പിന്നെ മൊളുസ്കയില് പെട്ട, മൊളുസ്കയുടെ ഫീച്ചർ അവിടെ തന്നിട്ടുണ്ടായല്ലോ, ഏതൊക്കെയാ, റാഡുല, മാൻറ്റിൽ. റാഡുല എന്ന് വെച്ചാൽ അതിന്റെ റാസ്പിംഗ് ഓർഗൻ, അതിന്റെ ഭക്ഷണം കഴിക്കാൻ വായിൽ കണ്ട ഒരു അവയവമാണ് കേട്ടോ. മാൻഡിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഈ ഷെല്ലിന്റെ അടിഭാഗത്ത് കാണുന്ന ഒരു സ്കിന്നാണ് മാൻറ്റിൽ. ഇതൊരു സോഫ്റ്റ് ബോഡിയുടെ ആനിമലാണ്, പുറമെ എപ്പോഴും ഇങ്ങനെ ഷെല്ലുണ്ടാവും. അപ്പോൾ ആ ഫൈലം മൊളുസ്ക. എക്സാമ്പിൾ ഈ തന്നേക്കുന്നത് പൈല എന്ന് പറഞ്ഞതാണ്. അതിലെ വേറൊരു എക്സാമ്പിൾ ഈ ഷെല്ലില്ലാത്ത ഒരാളെയും കൂടി പഠിച്ചു വെച്ച ഓക്ടോപ്പസ്, നീരാളി, ഡെവിൽ ഫിഷ് എന്നൊക്കെ പറയുന്നത്. ഇനി വരുന്നത് നിഡേറിയയിലെ എക്സാമ്പിൾ ആണ് കേട്ടോ. നിഡേറിയയിലെ എക്സാമ്പിൾ ആരാതെ ഇരിക്കുന്നു, ദാറ്റ് ഈസ് ദ ഹൈഡ്ര. ഹൈഡ്ര അതുപോലെ ഒറീലിയ, ജെല്ലി ഫിഷ് ഒക്കെ നിഡേറിയയുടെ എക്സാമ്പിൾ ആണ്. നിഡേറിയയുടെ ഫീച്ചർ അവിടെ എന്താ തന്നത്, നിഡോബ്ലാസ്റ്റ്. ഇതിന്റെ ശരീരത്തിൽ നിറച്ചിങ്ങനെ നിഡോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പോയിസൺ സ്ട്രക്ചർ ഉണ്ട്. ചിലപ്പോൾ അതിന്റെ പടമൊക്കെ തന്നിട്ട് ഐഡന്റിഫിക്കേഷൻ ചോദിക്കാറുണ്ട്. ദെൻ നിഡോബ്ലാസ്റ്റ്. ഓക്കെ, പിന്നെ വേറൊന്ന് ഈ കോമ്പ് ജെല്ലി, അതും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ടിനോഫോറ, കോമ്പ് ജെല്ലി, കോമ്പ് ജെല്ലിയിലെ ടിനോഫോറ. ഇത് കോമ്പ് പ്ലേറ്റും ബയോലൂമിനിസെൻസും ആണ് ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ, രാത്രി തിളങ്ങുക എന്നുള്ളത്. പിന്നെ വരുന്നത് ആർത്രോപോഡയിൽ ഒരെണ്ണം ചോദിച്ചില്ലേ അവിടെ, ആർത്രോപോഡ, അതായിരിക്കുന്നു ഒരു ആർത്രോപോഡ. ആർത്രോപോഡയിലെ ഫീച്ചർ എന്താ,
പ്രോൺ, കോക്രോച്ച് ഒക്കെ എക്സാമ്പിൾ പറയാം. ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ജോയിന്റഡ് ലെഗ്സും കൈറ്റിനസ് ക്യൂട്ടിക്കിളുമാണ്. അതിന്റെ പുറമെ തൊലിപ്പുറം ഭയങ്കര കട്ടിയുണ്ട്. അപ്പൊ ആ കട്ടിയുള്ള തൊലിക്ക് പറയുന്ന പേര് കൈറ്റിനസ് ക്യൂട്ടിക്കിൾ എന്നാണ്. പിന്നെ അതിന്റെ കാല് ജോയിന്റഡ് ലെഗ്സാ, ജോയിന്റ് ചെയ്ത കാലുകളാ. ഒറ്റ അടിയ കൊടുത്ത കാലൊക്കെ കഷ്ണാവൂല്ലേ പാറ്റേനെയൊക്കെ കൊല്ലുമ്പോ. അപ്പൊ ജോയിന്റഡ് ലെഗ്സ്, ആർത്രോപോഡാ. ഇനിയുള്ളത് അന്നലിഡയിൽ പെട്ട ഒന്നാണ് അന്നലിഡ. എർത്തുവം വേറൊരു എക്സാമ്പിൾ. ഇവിടെ കാണിച്ച എക്സാമ്പിൾ ഒരാളാണ്. ആരത്? പാരാപോഡിയൊക്കെ കാണുന്ന നീരീസ് ആണിത്. നീരീസ് എന്ന് പറഞ്ഞിട്ട് കടലിൽ കാണുന്ന ഒരാളാണ് കേട്ടോ. ഇതിന്റെ ഈ ഇവിടെ സാധാരണ എർത്തുവമിന്റെ പോലെ അല്ലല്ലോ ഇത്. ഇവിടെ മാത്രം കാണുമ്പോൾ എർത്തുവം പോലെ തോന്നും, പക്ഷെ ഇതിന്റെ അരികത്ത് കണ്ട പഴുതാര പോലെ ഉണ്ട് അല്ലേ. ഇതിന്റെ ഈ പുറമെ കണ്ടത് ഇതിന്റെ പാരാപോഡിയ എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചറാണ്. പാരാപോഡിയ എന്ന് പറയും. അത് അതിന്റെ സ്വിമ്മിങ്ങിനും റെസ്പിറേഷനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറുമാണ്. അപ്പൊ പാരാപോഡിയ പഠിക്കാനും ഉണ്ട് പരീക്ഷയ്ക്ക്. അതോടൊപ്പം നീരീസും പഠിക്കാം. നീരീസ് ഏതാ ഫൈലം? ഫൈലം അന്നലിഡ. എർത്തുവം ഒക്കെ വരുന്ന ഫൈലമാണ്. ഓക്കെ. ഇനി വേറൊരു ചോദ്യം, നിങ്ങൾ വാട്ടർ കനാൽ സിസ്റ്റം എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞത് വാട്ടർ വാസ്കുലാർ ആണ് കേട്ടോ. ഇത് വാട്ടർ കനാൽ സിസ്റ്റം ആണ്. ഇത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫൈലത്തിൽ വരുന്നതാ. അതായത് സ്പോഞ്ചസ് ബിലോങ്സ് ടു ദ ഫൈലം പൊരിഫറ. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചാ ദ പോഴ്സ് ഉണ്ട്. ഇതിന്റെ സൈഡിലൊക്കെ പോഴ്സ് ഉണ്ട്. ത്രൂ ദ പോഴ്സ് ദ വാട്ടർ എൻറ്റേഴ്സ്. ആ പോഴ്സിന്റെ പേര് ഒസ്റ്റിയ എന്നാണ്. ത്രൂ ദിസ് വാട്ടർ എൻറ്റേഴ്സ് ആൻഡ് വാട്ടർ എൻറ്റർ ഇൻ ടു ദിസ് സ്പേസ്. ആ സ്പേസിന്റെ പേര് സ്പോഞ്ചോസിൽ. ഫ്രം ദ വാട്ടർ മൂവ് ഔട്ട് ത്രൂ എൻ ഓപ്പണിംഗ് കോൾഡ് ഓസ്കുലം. അപ്പൊ ഈ ഓർഡർ നിങ്ങൾ പഠിച്ചിരിക്കണം. ഒസ്റ്റിയ, സ്പോഞ്ചോസിൽ, ഓസ്കുലം. ഇനി വാട്ടർ കനാൽ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താ? വെള്ളത്തിൽ കൂടെ ഒഴുകി വരുന്നു. ഈ ജീവി വെള്ളത്തിൽ കാണുന്നു. അപ്പോ ഇതിന്റെ ഈ ജീവിയുടെ റെസ്പിറേഷൻ, ഫുഡ് എക്സ്ചേഞ്ച്, അതുപോലെ എക്സ്ക്രീറ്ററി മെറ്റീരിയൽ എക്സ്ചേഞ്ച്, റീപ്രൊഡക്ഷൻ എല്ലാം നടത്തുന്നത് ഈ ഒരു മെത്തേഡ് വഴിയാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് പോളിപ്പ് ആൻഡ് മെഡൂസ എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് പറഞ്ഞില്ലേ. അത് നിഡേറിയയിൽ വരുന്ന ഒബീലിയ എന്ന ജീവി കാണിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അതില് സെക്ഷൽ റീപ്രൊഡക്ഷനും എസെക്ഷൽ റീപ്രൊഡക്ഷനും മാറി മാറി വരും. ഈ ജീവി എസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് മെഡൂസ എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ഉണ്ടാക്കും. അത് വെള്ളത്തിലേക്ക് ഇറക്കി വിടും. ആ മെഡൂസയിൽ നിന്ന് 2 ടൈപ്പ് ഗ്യാമേറ്റ് ഉണ്ടാവും. ആ ഗ്യാമേറ്റ് ഫ്യൂസ് ചെയ്തിട്ട് വീണ്ടും അത് എവിടെയെങ്കിലും പറ്റിപ്പിടിച്ച ജീവിയായി മാറും. പറ്റിപ്പിടിക്കുന്ന അവസ്ഥയ്ക്ക് അതിനെ പോളിപ്പ് എന്നും, ഇങ്ങനെ വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന അവസ്ഥയ്ക്ക് അതിനെ മെഡൂസ എന്നും പറയും. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി അത് പോളിപ്പ് ഉണ്ടാവും, എസെക്ഷൽ വഴി മെഡൂസ ഉണ്ടാക്കും. അങ്ങനെ എസെക്ഷലും സെക്ഷലും മാറി മാറി നടക്കും. അങ്ങനെ നടക്കുന്നതിന് പറയുന്ന പേരാണ് മെറ്റാജെനിസിസ് എന്ന്. പാരാപോഡിയുടെ കാര്യം നേരത്തെ പറഞ്ഞു. പിന്നെ വരുന്നത് എന്താണ്? ഫൈലം കോർഡേറ്റ, ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ. അതും ടീച്ചർ നേരത്തെ പറഞ്ഞു തന്നു, ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ. പിന്നെ ഫിഷസ് 2 ഗ്രൂപ്പ് ഉണ്ട് പറഞ്ഞു. ആ ഫിഷസ് 2 ഗ്രൂപ്പ് ആരൊക്കെയാ? ഒന്ന് കാർട്ടിലേജിനസ് ഫിഷസ് അല്ലെങ്കിൽ കോൺട്രിക് തൈസ്, ഒന്ന് ബോണി ഫിഷസ് ഓർ ഒസ്റ്റിക് തൈസ്. അപ്പൊ 2 കോളം വരച്ച് അതിന്റെ ഫീച്ചേഴ്സ് എഴുതി വെക്കണം. കോൺട്രിക് തൈസ് എന്ന് വെച്ചാൽ കാർട്ടിലേജ് ആണ് ഇതിന്റെ എൻഡോസ്കെലട്ടൺ. ഇതിന്റെ എൻഡോസ്കെലട്ടൺ ബോൺ ആണ്. പിന്നെ ഇതിനെ എങ്ങനെയൊക്കെ തിരിച്ചറിയാം? നല്ല എളുപ്പത്തിൽ തിരിച്ചറിയാം. ഇതിന്റെ മൗത്ത് വെൻട്രലാണ്, ഇതിന്റെ മൗത്ത് ടെർമിനലോ ഡോഴ്സലോ ആയിരിക്കും. പിന്നെ ഇതിന്റെ ഗിൽസ് എന്ന് പറയുന്നത് ഇത് എക്സ്പോസ്ഡ് ആണ്. ഗിൽസ് ലിഡ്സ് പുറത്തേക്ക് കാണും. ഇതിന്റെ ഗിൽസ് പുറത്തേക്ക് കാണില്ല, ഇങ്ങനെ ഒരു ചെകിള മൂടി കൊണ്ട് അടച്ചിരിക്കും. പിന്നെ ഒന്ന്, ഇതിന്റെ സ്കെയിൽസ് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. ഇതിന്റെ സ്കെയിൽസ് റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ പ്ലാക്കോയിഡ് സ്കെയിൽ എന്ന് പറയും. ഇത് ടിനോയിഡ് ഓർ സൈക്ലോയിഡ് സ്കെയിൽ എന്ന് പറയും. പിന്നെ ഒന്ന്, ഇതില് എയർ ബ്ലാഡർ ആബ്സെന്റ് ആണ്. അപ്പൊ ഇത് എപ്പോഴും നീന്തിക്കൊണ്ടിരിക്കും. ഇതിൽ എയർ ബ്ലാഡർ പ്രസന്റ് ആണ്. അപ്പൊ ഇത് കോൺസ്റ്റന്റ്ലി സ്വിം ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഫീച്ചേഴ്സ് വന്നിട്ട് പരീക്ഷയ്ക്ക് ഇത് ചോദിക്കാറുണ്ട്. പിന്നെ വരുന്നത് ഒരു പ്രധാന കാര്യം, ഈ സംഭവം ന്യൂമാറ്റിക് ബോൺ പറഞ്ഞില്ലേ, പക്ഷികൾക്ക് പറക്കാനുള്ള കഴിവുകളിൽ ഒരു പ്രധാന കാര്യമാണ്. അതിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ട കുറേ കാര്യം നിങ്ങൾക്ക് അറിയാം. ഫെദേഴ്സും
അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അറിയാം. വിങ്സ് അതിൻ്റെ ഓർഗൻ പറക്കാനുള്ളത്. പക്ഷെ ന്യൂമാറ്റിക് ബോൺ അതിൻ്റെ ലങ്സിൽ നിന്ന് അതിൻ്റെ ലങ്സും ഇതിൻ്റെ ബോണുമായിട്ട് കണക്റ്റഡാണ്. അപ്പം ലങ്സിൽ എടുക്കുന്ന വായുവൊക്കെ ഇതിൻ്റെ ബോണിൻ്റെ ഉള്ളിലേക്ക് കയറും. ബോണിലാണെങ്കിൽ കുറേ എയർ ക്യാവിറ്റി ഉണ്ട്. അപ്പോൾ അതിനകത്തേക്ക് വായു വന്നിട്ട് ബോൺ എപ്പോഴും എയർ ഫിൽഡ് ബോൺസ് ആയിരിക്കും. ആ എയർ ഫിൽഡ് ബോണാണ് ന്യൂമാറ്റിക് ബോൺ. അത് വെയിറ്റ് കുറയ്ക്കുകയും ചെയ്യും, ഒപ്പം അതിന് ആവശ്യത്തിനുള്ള ഓക്സിജൻ സപ്ലൈ കൊടുക്കുകയും ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ വരുന്നത് ഈ ഒരു ചാപ്റ്ററും കൂടി, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വേഗം ഒന്ന് എഴുതിയെടുത്തോളൂ. ഫാറ്റ് സ്റ്റോറിങ്, ഇതൊക്കെ ഉണ്ട സർട്ടൺ ടിഷ്യൂസ്. ഈ ചാപ്റ്ററിൽ നിറച്ച് കുറേ ടിഷ്യൂസും പിന്നെ കോക്രോച്ചിനെ പറ്റിയിട്ടാണ് നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുള്ളൂ. അപ്പം ടിഷ്യൂസ്, ഈ പറഞ്ഞ ഫങ്ഷൻ കാണിക്കുന്ന ടിഷ്യൂസ് ചോദ്യങ്ങൾ എഴുതിയെടുക്കണം കേട്ടോ. ഈ ചോദ്യങ്ങളൊക്കെ കണ്ടോ, ഇത് കണ്ടോ, കുറച്ച് ടേംസ് തന്നിട്ട് മാച്ചിങ് പെയേഴ്സ് കാണാം. അപ്പോൾ നമ്മൾ ടിഷ്യൂ നന്നായി പരിചയപ്പെട്ടാൽ ഈ മാച്ചിങ് പെയർ കണ്ട് പഠിക്കാൻ പറ്റുള്ളൂ. തൽക്കാലം അത് എഴുതി വയ്ക്കുക, എന്നിട്ട് പഠിക്കാൻ നോക്കാം. അതുപോലെ ഈ പറഞ്ഞ ടിഷ്യൂസൊക്കെ കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ കുറേ ഡിവിഷൻസ് ആണ്. ആ ഡിവിഷൻസിനെ ഒരു സ്കീമാറ്റിക് ഡയഗ്രം ഉണ്ടാക്കണം. പിന്നെ ഒന്ന് കോക്രോച്ചിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്സ് പലപ്പോഴും സ്പ്ലിറ്റപ്പ് ആയിട്ട് തന്നിട്ട് ഓർഡറിലാക്കാൻ പറയും. അപ്പോൾ ഈ പാർട്സ് ഒക്കെ നന്നായി പരിചയപ്പെടണം. പിന്നെ കോക്രോച്ചിൻ്റെ ഐ എപ്പോഴും ചോദിക്കാറുണ്ട്, കോമ്പൗണ്ട് ഐ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ടിഷ്യൂസ് കാണുന്ന 2 ഏരിയ, അതും എപ്പിത്തീലിയൽ ടിഷ്യൂ കാണുന്ന ഏരിയ, അതും ചോദിക്കാറുണ്ട്. പിന്നെ കോക്രോച്ച് മെയിൽ ആൻഡ് ഫീമെയിൽ തന്നിട്ട് തിരിച്ചറിയാനായിട്ട് ചോദ്യം വരാറുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഇതിൽ ഫാറ്റ് സ്റ്റോറിങ് ടിഷ്യൂ എന്ന് പറഞ്ഞൊരു ചോദ്യം ഉണ്ടായിരുന്നു. സാധാരണ ടിഷ്യൂസ് എപ്പിത്തീലിയൽ ടിഷ്യൂ, ഓക്കെ, കണക്റ്റീവ് ടിഷ്യൂ, മസിൽ ടിഷ്യൂ, നെർവ് ടിഷ്യൂ, അങ്ങനെയാണ്. അപ്പോൾ അതിൽ കണക്റ്റീവ് ടിഷ്യൂവിൽ വരുന്ന ഒരു ചോദ്യമായിരുന്നു ഈ അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറഞ്ഞ സംഭവം. കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഫാറ്റ് സ്റ്റോറിങ് ടിഷ്യൂ, ഫാറ്റ് എന്ന് വെച്ചാൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന ടിഷ്യൂ, അഡിപ്പോസ് ടിഷ്യൂ, അങ്ങനെ പഠിക്കാം. പിന്നെ ബൈൻഡിങ്, ബോൺസിനെ ബൈൻഡ് ചെയ്യുന്ന ടിഷ്യൂ, അത് ലിഗമെന്റ്. അത് ഒരു ഡെൻസ് റെഗുലാർ ടിഷ്യൂ ആണ് ലിഗമെന്റ്. എന്നാൽ അവിടെ തന്നെ നിങ്ങൾക്ക് മസിലും ബോണിലേക്ക് ചേർക്കുന്ന ടെൻഡനും കാണാം. ഇതും പഠിച്ചു വെക്കുക. പിന്നെ മാച്ചിങ് പെയർ പറഞ്ഞത് മൈലിൻ ഷീത്ത് കാണുന്നത് ന്യൂറോണിലാണ്. മൈലിൻ ഷീത്ത് ന്യൂറോണിലാണ്. പിന്നെ കാർട്ടിലേജും ബോണും ഡെൻസ് ടിഷ്യൂവിൻ്റെ കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ 2 വിഭാഗങ്ങളാണ്. സ്കെലിറ്റൽ ടിഷ്യൂ എന്ന് പറയും. അതിൽ കാർട്ടിലേജ്, ബോൺ. അതിൽ കാർട്ടിലേജിൽ കോൺട്രോസൈറ്റും ബോണിൽ ഓസ്റ്റിയോസൈറ്റും കാണും. പിന്നെ ഇതേ കണ്ട, ഈ ഓസ്റ്റിയോസൈറ്റ് കാണുന്ന ഒരു മാട്രിക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ഹാവേഴ്സിയൻ സിസ്റ്റം, അതും ബോണിൽ കാണുന്നതാണ്. ഇനി മസിലിൽ വരുന്നത്, മസിൽ കണ്ടിട്ട് ഈ 3 ടൈപ്പ് മസിൽ ഇമ്പോർട്ടൻ്റാണ്. സ്ട്രയേറ്റഡ് അല്ലെങ്കിൽ സ്കെലിറ്റൽ മസിൽ, ഇത് ഹാർട്ടിൽ കാണുന്ന മസിൽ കാർഡിയാക്, നമ്മുടെ ഇൻഡസ്റ്റൈനിലൊക്കെ കാണുന്ന മസിൽ സ്മൂത്ത് മസിൽ. ഓക്കെ, അതിൽ ഈ കാർഡിയാക് മസിലിൽ കാണുന്ന ആളാണ് ഇന്റർകലേറ്റഡ് ഡിസ്ക്. അപ്പോൾ നിങ്ങൾ ഈ 3 ടേം അടുപ്പിച്ച് എഴുതി വെച്ചിട്ട് കാണാണ്ട് പഠിക്കുക. കാർഡിയാക് മസിൽ, ഹാർട്ട്, ഇന്റർകലേറ്റഡ് ഡിസ്ക്. അതിന് ഒറ്റ ശ്വാസത്തിൽ പഠിക്കുക. ഓക്കെ, അങ്ങനെ ചില റിലേറ്റഡ് ടേംസിനെ അടുത്തടുത്ത് എഴുതി വയ്ക്കുക, എന്നിട്ട് അതിനെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അങ്ങനെ അത് ഓർമ്മയിൽ വരാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ കണക്റ്റീവ് ടിഷ്യൂൻ്റെ ഡിവിഷൻസ് പറഞ്ഞാൽ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് ദ സ്കെലിറ്റൽ ടിഷ്യൂ ആണ് കേട്ടോ. ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് സ്കെലിറ്റൽ ടിഷ്യൂ. അതിൽ ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിൽ തന്നെ ഏരിയോളാർ ടിഷ്യൂവും അഡിപ്പോസ് ടിഷ്യൂ ഇതിൽ തന്നെ തന്നിട്ടുണ്ട്. ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂവിൽ ഡെൻസ് റെഗുലറും ഡെൻസ് ഇറഗുലറും ഉണ്ട്. അതിൽ ഡെൻസ് റെഗുലറിൻ്റെ എക്സാമ്പിളാണ് ടെൻഡനും ലിഗമെന്റും. പിന്നെ സ്കെലിറ്റൽ ടിഷ്യൂവിൽ വരുന്ന 2 എക്സാമ്പിളാണ് ബോൺസും കാർട്ടിലേജും. അതുകൂടാതെ സ്പെഷ്യൽ ടിഷ്യൂവിൽ വരുന്നതാണ് കാർട്ടിലേജും ബോണും. അതുകൂടാതെ അതിൽ ഫ്ലൂയിഡ് ഉണ്ട്, അതായത് ബ്ലഡും ഉണ്ട് എന്നർത്ഥം. ഇനി കോക്രോച്ചിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിന്റെ അലിമെന്ററി കനാൽ പാർട്സ്, മൗത്ത് തൊട്ടിട്ട് പാർട്ടിനെ പരിചയപ്പെടണം. മൗത്ത്, പിന്നെ ഇവിടെ നിന്നുള്ള ഈ ചെറിയ ഭാഗം ഈസോഫാഗസ്, വലുത് ക്രോപ്പ്, ദെൻ ഗിസാർഡ് കഴിഞ്ഞ
പിന്നെ ഇവിടെ എന്താണ് ഈ ഹെപ്പാറ്റിസീഷ്യ ഇതിലേക്ക് തുറക്കുണ്ടാവും. ഈ പോർഷൻ മീസെൻഡറോൺ ഓർ മിഡ്ഗട്ട്, ദെൻ ചെറിയൊരു ഭാഗം ഇലിയം, പിന്നീട് കൊളോൺ ഓപ്പൺസ് ഔട്ട് ടു റെക്ടം. ഇത് മാൽപീജിയൻ ട്യൂബിൾ, ഇത് ഇതിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ ആണ്. അത് ഡൈജസ്റ്റീവ് പാർട്ട് അല്ല, പക്ഷെ അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് കാണുന്നത്. ഇനി ഇതിൽ വരുന്ന വേറെ റിപ്പീറ്റ് ചെയ്ത് വന്ന ചോദ്യമാണ് ഈ പാർട്ട് ഇത് കോമ്പൗണ്ട് ഐസ്. കോമ്പൗണ്ട് ഐ എന്ന് പറഞ്ഞാൽ ഒരു മൊസൈക്ക് വിഷൻ കാണിക്കുന്ന ഒരു ഐ ആണ്. അതായത് ഇത് കാണുമ്പോൾ ഒറ്റ കണ്ണുപോലെ തോന്നിയാലും ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മെനി ഐ യൂണിറ്റ് കോൾഡ് ഒമാറ്റിഡിയം. അപ്പോൾ ഓരോ ഒമാറ്റിഡിയം കുഞ്ഞു കുഞ്ഞു കണ്ണും ഓരോ ഇമേജ് പാർട്ട് ഓഫ് എൻ ഇമേജ് ഉണ്ടാക്കും. അപ്പോൾ ആ പാർട്ട് ഓഫ് ഇമേജ് അതിൻ്റെ ഉള്ളിലേക്ക് വീണിട്ട് ഇതിലേതെങ്കിലും ഒരു ഇമേജിൽ, അതായത് എല്ലാ ക്ലിയർ വിഷൻ അതിന് കിട്ടും. അപ്പോൾ ഇപ്പോൾ നമ്മളതിൻ്റെ അടുത്ത് നിന്നിട്ട് കയ്യോ കാലോ അനക്കി അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മുടെ കയ്യോ കാലോ അനങ്ങിയിട്ട് വീണിട്ടുണ്ടാവും. അപ്പോൾ ആ കോക്രോച്ചിന് പെട്ടെന്ന് നമ്മൾ അവിടേക്ക് വരുന്നെന്ന് കണ്ടിട്ട് അതിന് ഓടിപ്പോകാൻ പറ്റും. നമ്മളാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അവരുടെ ഒരു ഭാഗമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. അത്രയാണ് വ്യത്യാസം മൊസൈക്ക് വിഷൻ. അപ്പോൾ ഇത്രയും നന്നായി ഇപ്പോൾ പോർഷൻ പഠിക്കുക. ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ.